ചപ്പാത്തിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ല കിടിലൻ കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു അഫ്ഗാനി മുട്ടക്കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ പിന്നെ നമ്മളതിലേക്ക് ചേർക്കുന്നത് ഉള്ളിയാണ് കേട്ടോ. ഒരു വലിയ സവാള ഇതുപോലെ സ്ലൈസായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമുക്കൊരു 2-3 പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചിയും അതുപോലെ ഒരു 2-3 വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കാഷ്യൂ നട്ടും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കാം. അങ്ങനെ ഒരുപാട് വെന്ത് കളറൊന്നും മാറേണ്ട ആവശ്യമില്ല. ആ ഒരു ഉള്ളി ഒന്ന് വാടിയിട്ട് അതൊന്ന് സോഫ്റ്റായിട്ട് കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി സെയിം പാനിൽ തന്നെ നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഫ്ലെയിം നല്ലോണം കുറച്ചിട്ട് ഒരു 1/4 ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒരിത്തിരി ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പാൻ നല്ലപോലെ ചൂടായിട്ടില്ലെങ്കിൽ ഫ്ലെയിം ഓഫായി കൊടുക്കണേ. അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള മുട്ട, നമ്മൾ ഈ മുട്ടക്കറി ഉണ്ടാക്കാൻ എത്ര മുട്ട എടുക്കുന്നോ അത്രയും മുട്ട ഇതിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഈ മുട്ടയിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി അത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ഉള്ളിയൊക്കെ വാട്ടി വെച്ചില്ലേ, അത് തണുത്തതിന് ശേഷം മിക്സിൻ്റെ ജാറിലിട്ട് കൊടുത്തിട്ട് ഏകദേശം 2 ടേബിൾ സ്പൂൺ മല്ലിച്ചപ്പും കുറച്ച് വെള്ളവും ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അരക്കാം. അപ്പോൾ നമ്മളിത് നേരത്തെ മുട്ട ഇതൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ആ സെയിം പാനിലേക്ക് തന്നെ വേണമെങ്കിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എണ്ണ അതിലില്ലെങ്കിൽ നമ്മൾ നേരത്തെ അരച്ച് വെച്ച ആ മിക്സ് ഇതിലേക്ക് ചേർത്തിട്ട് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ ആ മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ആ ഒരു പച്ചമണം മാറി വരുന്നവരെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് ഗരം മസാലയും കുരുമുളക് പൊടിയും അതുപോലെ ജീരകപ്പൊടിയും ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്തിട്ട് പൊടിൻ്റെ ഒക്കെ പച്ചമണം മാറി വരുന്നവരെ വീണ്ടും നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മസാല നല്ലപോലെ ഒന്ന് തിക്കായി വരും കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മളൊരു 2 ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത തൈരും കൂടിയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. തൈര് പിരിഞ്ഞു പോകരുത്, നല്ലോണം തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഒരു ഇത്തിരി ഉപ്പും കൂടിയും ചേർക്കുന്നുണ്ട്. നമ്മൾ തക്കാളിയൊന്നും ഇതിൽ ചേർക്കുന്നില്ല കേട്ടോ. അതിനാ വേണ്ടിയിട്ടാണ് നമ്മളിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് ചൂടുവെള്ളം കൂടി ഇതിൽ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ മസാലയൊക്കെ ഭയങ്കര തിക്കായിട്ടുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിക്കാം. അതുപോലെ തന്നെ നമ്മളിതിലേക്ക് കുറച്ച് കസൂരി മേത്തിയും ചേർക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ആ മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ആ ഒരു ഗ്രേവിയും മുട്ടയും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ കസൂരി മേത്തി ഇതിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കും. അപ്പോൾ ഇത് നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇനി മൂടി വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഒരിത്തിരി പഞ്ചസാരയും ചേർക്കുന്നുണ്ട്. പഞ്ചസാര ഇതിന് നിർബന്ധമില്ല. അപ്പോൾ ഈ ഒരു കറിയൊക്കെ കുറച്ചൊരു മധുരത്തോടെ കഴിക്കുന്നത് നല്ല ടേസ്റ്റ്, അതുകൊണ്ട് ചേർക്കുന്നതേ ഉള്ളൂ. ലാസ്റ്റ് മല്ലിച്ചപ്പും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ്. ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും അതുപോലെ തന്നെ അപ്പത്തിനൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.